ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആദ്യത്തെ 5 മാസക്കാലം ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച നൽകുന്ന സമയമായിരിക്കും. എന്നാൽ 2026 രണ്ടാം പകുതി മുതൽ ഒരു വർഷത്തേക്ക് മറ്റു ചില നക്ഷത്രക്കാർക്കാണ് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നത്. അല്ലെങ്കിലും ലക്ഷ്മി ദേവി എവിടെയും സ്ഥിരവാസം ഉറപ്പിക്കാറില്ലല്ലോ. ധനം വരും പോകും, ഇതാണ് അവസ്ഥ. വളരെ ചുരുക്കം ചിലരിൽ മാത്രമാണ് ലക്ഷ്മി കടാക്ഷം കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്നത്. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ സ്ഥിര സാന്നിധ്യം വേണമെങ്കിൽ നമ്മൾ ജനിച്ച സമയം വളരെ പ്രബലമായ ധനയോഗം ഉണ്ടായിരിക്കുകയും അതിനോടൊപ്പം തന്നെ ദരിദ്രയോഗങ്ങളോ മറ്റ് ദുര്യോഗങ്ങളോ ഉണ്ടായിരിക്കുവാനും പാടില്ല. ഇവയൊന്നും എല്ലാവർക്കും ലഭ്യമാകാത്ത കാര്യമാണ്. ചിലർക്ക് ജാതകത്തിൽ വളരെ നല്ല ധനയോഗമുണ്ടെങ്കിൽ പോലും അവയെ നിഷ്പ്രഭമാക്കുന്ന ദരിദ്രയോഗങ്ങളും ഉണ്ടാകും. അതിനാലാണ് പലർക്കും മഹാലക്ഷ്മി യോഗം പോലെയുള്ള വളരെ നല്ല യോഗങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊന്നും ഫലം ശരിയായി അനുഭവത്തിൽ വരാത്തത്. പലപ്പോഴും പലരും ജാതകം നോക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് കുബേരയോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട് എന്നൊക്കെ. എന്നാൽ അവയെ നിർവീര്യമാക്കുന്ന മറ്റ് ദുര്യോഗമുണ്ടെങ്കിൽ അവ അറിയാമെങ്കിൽ കൂടി പറയുകയില്ല. കാരണം ആരും അനിഷ്ടകരങ്ങളായ കാര്യങ്ങൾ അറിയുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ജാതകവശാൽ നമ്മൾക്കുണ്ടാകാവുന്ന ധനയോഗങ്ങളെപ്പോലെ തന്നെ ചില ഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മൾ ജനിച്ച ചന്ദ്രരാശിയുടെ അഥവാ ജന്മക്കൂറിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായി ഉയർച്ചയെ നൽകും. നമ്മൾ ജനിച്ച സമയം ആ യോഗകാരകനായ ഗ്രഹം ബലവാനും ഇഷ്ടഭാവസ്ഥനുമായാണ് നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഗ്രഹം ഇപ്പോൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും. ഇങ്ങനെ ധനപരമായി ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠഫലങ്ങളെ നൽകുന്ന ഒരു ഗ്രഹമാണ് ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴം. വ്യാഴം ധനത്തിൻ്റെ കാരകഗ്രഹം കൂടിയാണ്. വ്യാഴം ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ ഇഷ്ടഭാവാധിപത്യത്തോടുകൂടി ബലവാനായി നിൽക്കുകയാണെങ്കിൽ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനിഷ്ടപ്രദരാണെങ്കിൽ കൂടി ജാതകന് സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയില്ല. ഈശ്വരാധീനം ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നതിനാൽ ദോഷഫലങ്ങളെ ഈ വ്യാഴം ഒരു പരിധിവരെ തടഞ്ഞു നിർത്തും. ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണ് ആപ്തവാക്യം. അതായത് നമ്മുടെ ജാതകത്തിൽ 1,00,000 ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യാഴം അവയെ നശിപ്പിച്ചു കളയും എന്നാണ്. ഇങ്ങനെ ദോഷങ്ങളെ ഹനിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ വ്യാഴം ഇഷ്ടഭാവസ്ഥിതനും ഇഷ്ടഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ച് ബലവാനായി നിൽക്കുന്നവനുമാകണം. ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് വ്യാഴം ഇപ്പോൾ നമ്മുടെ ജന്മക്കൂറിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും അനുഭവത്തിൽ വരുന്നത്. ഇങ്ങനെയുള്ള ശുഭന്മാരിൽ വെച്ച് ഏറ്റവും ശുഭനായ വ്യാഴം 1/6/2026 മുതൽ അതിൻ്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ധനകാരകനായ ഈ വ്യാഴം ധനസ്ഥാനത്തായി അതിൻ്റെ ഉച്ചരാശിയിൽ ബലവാനായി സ്ഥിതി ചെയ്യുന്നത് മിഥുനക്കൂറിൽ ജനിച്ചവർക്കാണ്. അതായത് മിഥുനക്കൂറിൽ ജനിച്ച മകയിരം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവർക്കാണ്. ഇപ്പോൾ മിഥുനക്കൂറുകാർക്ക് വ്യാഴം അതിൻ്റെ ഏറ്റവും അനിഷ്ടസ്ഥാനങ്ങളിൽ ഒന്നായ ജന്മരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം വളരെ കഷ്ടത നിറഞ്ഞതായിരിക്കും. ഈ സമയം കഠിന ദുഃഖം, രോഗം, നിസ്സഹായാവസ്ഥ, ബന്ധനം മുതലായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ്. ഇങ്ങനെ ദോഷപ്രദനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 1/6/2026 മുതൽ മിഥുനക്കൂറുകാരുടെ ഇഷ്ടഭാവത്തിലായാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭവും ധാന്യലാഭവും വന്നു ചേരും.
സർക്കാർ ജോലിയോ മറ്റ് നല്ല ജോലികളോ ലഭിക്കുവാൻ ഇടവരും. അതല്ല എങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും. ഈ സമയം വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കുക വഴി കൂടുതൽ സമ്പത്ത് ആർജിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം തങ്ങളുടെ മേലധികാരികളിൽ നിന്നുള്ള പ്രശംസ പിടിച്ചുപറ്റുവാനും സൽകീർത്തിക്കും സാധ്യതയുണ്ട്. വിവാഹിതരാണെങ്കിൽ ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഭാര്യ അഥവാ ഭർത്താവിന് ജോലിയിൽ പ്രൊമോഷൻ കിട്ടാം. ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സ്വത്തുവകകളും ഈ സമയം ലഭിക്കാം. കളത്രവുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും നടത്തുന്നതിനുള്ള യോഗമുണ്ട്. ഭാര്യ അഥവാ ഭർത്താവിനും തനിക്ക് തന്നെയും ശാരീരിക സുഖവർദ്ധനവിനും മനസ്സന്തോഷത്തിനും സാധ്യതയുണ്ട്. അവിവാഹിതരാണെങ്കിൽ ഈ സമയം നല്ല വിവാഹാലോചനകൾ വരുന്നതിനോ അഥവാ വിവാഹം നടക്കുന്നതിനോ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതിനും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പുത്തൻ ഉണർവുണ്ടാകും. അവ വിപുലീകരിക്കുകയോ അഥവാ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. കൃഷിജോലികളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധാന്യവർദ്ധനവിനും അതിൽ കൂടി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾക്കും യോഗമുണ്ട്. ഫാമുകളും ക്ഷീരവ്യവസായങ്ങളും മറ്റും നടത്തുന്നവർക്കും ഈ സമയം കൂടുതൽ ലാഭമുണ്ടാകും. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മികച്ച വിജയസാധ്യതയ്ക്കും യോഗമുണ്ട്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല വാക്ശുദ്ധിയും ജനങ്ങളുമായി രമ്യതയിൽ വർത്തിക്കുകയും ചെയ്യും. കുടുംബത്തിലുള്ളവരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഗുരുജനങ്ങളുടെ ആശീർവാദം ലഭിക്കും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. എന്തെങ്കിലും നേതൃപദവിയോ അധികാര സ്ഥാനങ്ങളോ ലഭിക്കാം. ഈ സമയം ശത്രുദോഷം അകലുന്നതിനും കൂടുതൽ ശാരീരിക സുഖത്തിനും സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകും. മേൽപ്പറഞ്ഞവയ്ക്കെല്ലാം ഉപരിയായി മിഥുനക്കൂറുകാർക്ക് ആശ്വാസം നൽകാൻ പോകുന്നത് കണ്ടകശനി ദോഷത്തിൽ നിന്നുള്ള മുക്തി മൂലമാണ്. ഇവർക്ക് ഇപ്പോൾ കർമ്മഭാവത്തിലെ കണ്ടകശനി സമയമായതിനാൽ തൊഴിൽ രംഗങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകാവുന്ന സമയമാണ്. മേലധികാരികളുടെ അപ്രീതിക്കും ജോലി നഷ്ടപ്പെടുന്നതിനും ജോലി സംബന്ധമായുള്ള യാത്രാക്ലേശങ്ങൾക്കും അതുവഴിയുള്ള ധനനഷ്ടത്തിനും ദുഷ്കീർത്തിക്കും മാനസിക സംഘർഷങ്ങൾക്കും സുഖഹാനിക്കും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വ്യാഴത്തിൻ്റെ കർക്കടകം രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം കണ്ടകശനിയുടെ ദോഷഫലങ്ങളും കുറയും. കാരണം കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ 9-ാം ഇടത്തെ വിശേഷ പൂർണ്ണ ദൃഷ്ടി കൊണ്ട് ശനിയെ വീക്ഷിക്കുന്നതിനാൽ ശനിയുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയും. ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രമായ മീനം രാശിയിലും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് സ്വക്ഷേത്രമായ മീനത്തിലേക്കുമാണ്. അതിനാൽ മിഥുനക്കൂറുകാരുടെ കണ്ടകശനി ദോഷഫലങ്ങൾ കുറയുകയും ജോലിയിലും മറ്റുമുള്ള പ്രതിസന്ധികൾ നീങ്ങുകയും കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യും. ഇക്കാരണങ്ങളാൽ മിഥുനക്കൂറുകാർക്ക് ഇരട്ടി മധുരമാണ് വ്യാഴം നൽകുവാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ സമയം മിഥുനക്കൂറിൽ ജനിച്ച മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർവം 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് നല്ല ദശാപഹാര സമയം കൂടിയാണ് നടക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരും. ദോഷപ്രദമായ ദശാപഹാര സമയമാണ് നടക്കുന്നതെങ്കിൽ ഈ ഗുണഫലങ്ങൾ ഭാഗികമായ അനുഭവത്തിൽ വരികയുള്ളൂ. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ വ്യാഴാഷ്ടവർഗത്തിൽ 5 അതിലധികമോ അക്ഷങ്ങളുണ്ടെങ്കിലും വ്യാഴം സ്ഥാനാധിപത്യത്തോടുകൂടി ഇഷ്ടഭാവത്തിൽ ബലവാനായാണ് നിൽക്കുന്നതെങ്കിലും മേൽപ്പറഞ്ഞ ശ്രേഷ്ഠഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സമയമാണ് 1/6/2026 മുതൽ ഒരു വർഷത്തേക്ക് വരാൻ പോകുന്നത്.
അതിനാൽ ഇവർ ഈ അവസരം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.